നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ട്രംപ് ഒരു കളി കളിക്കുകയാണ്. ട്രംപിനെ ഒരു ഭ്രാന്തനായിട്ടും മണ്ടനായിട്ടും പല മാധ്യമങ്ങൾ തെളിയിക്കുമ്പോൾ ഞാൻ ട്രംപിനെ പുകഴ്ത്തി പറയാൻ വന്നിരിക്കുന്നതല്ല. ട്രംപ് എന്താണ് ആഗ്രഹിക്കുന്നത്, അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇസ്ലാമാബാദിൽ ചർച്ച പൊളിഞ്ഞപ്പോൾ ഒരുപാട് മാധ്യമങ്ങൾ പറഞ്ഞു ട്രംപ് പൊളിഞ്ഞ് ട്രംപിനെ അനുസരിക്കുന്നില്ല, ഇറാനിന് ചർച്ചയ്ക്കില്ല. ഇന്ന് പോലും ഇറാനുമായിട്ടുള്ള ഈ ഒരു ചർച്ച നടന്നില്ല. അപ്പോൾ പോലും പല മാധ്യമങ്ങൾ പറയുകയാണ് ഇറാനുമായി ചർച്ച നടക്കില്ല, ഇറാൻ വരുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത്? ട്രംപ് കളിച്ച ട്രംപിൻ്റെ ആ കോർട്ടിലേക്കാണോ പന്ത് വരുന്നത്? ട്രംപ് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ഇസ്ലാമാബാദിലെ JD വാൻസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വന്നപ്പോൾ ഇറാനിൽ നിന്ന് ചർച്ചയ്ക്ക് വന്ന അവരുടെ സ്പീക്കർ മുഹമ്മദ് അറാച്ചി അമേരിക്കയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. എന്താണെന്നറിയാവോ? അതായത് സുപ്രീം ലീഡറുമായി നേരിട്ട് സംസാരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കൂ. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വാക്കുകളാണ് സുപ്രീം ലീഡർ കേൾക്കുക. ഇറാനിലെ ജനറൽസ് രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ്. ഒരു മാധ്യമങ്ങളും പറഞ്ഞു തരില്ല. രണ്ടായി എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ സാമ്പത്തിക ലാഭം നോക്കുന്ന ഒരു സൈഡും, രണ്ടാം സൈഡ് എന്ന് പറയുന്നത് IRGC ഹാർഡ് ലൈനേഴ്സും. ഈ സാമ്പത്തിക കാര്യം നോക്കുന്ന ജനറൽമാരുടെ നേതാവാണ് മുഹമ്മദ് അറാച്ചി സ്പീക്കർ. കഴിഞ്ഞ ആഴ്ച ഈ പറയുന്ന ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റിനെ കാണാൻ പാകിസ്ഥാനിൽ വന്ന അവരുടെ സ്പീക്കർ, അദ്ദേഹം ആഗ്രഹം എന്താണ്? ആഗ്രഹം എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുക, കള്ള എണ്ണ വിറ്റ് കാശുണ്ടാക്കുക, സ്വന്തം പോക്കറ്റിലേക്ക് ഇടുക, പിന്നെ ബിസിനസ് ചെയ്യുക, ഈ പറയുന്ന ബ്ലോക്കേഡ് നീക്കുക. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന് പുറകിലുണ്ട്. അദ്ദേഹം ഞായറാഴ്ച ട്രംപിൻ്റെ JD വാൻസിനെ കാണാൻ വന്നപ്പോൾ അമേരിക്ക ഒരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതായത് 20 ബില്യൺ എന്തൊക്കെയോ കുറേ പണം ഓഹരി വാഗ്ദാനം ചെയ്തു, ബ്ലോക്കേഡ് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്തു. അതുമായി തിരിച്ചുപോയ അദ്ദേഹം അപ്രത്യക്ഷനായി. അദ്ദേഹത്തെ IRGC ഹാർഡ് ലൈനേഴ്സ്, രണ്ടാമത്തെ വിഭാഗം, അവരുടെ ആവശ്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അവരാണ് ഈ പ്രോക്സീസ്. അതായത് ഇറാൻ്റെ പ്രോക്സികളെ ഹാൻഡിൽ ചെയ്യുന്നു. വെപ്പൺ പ്രോഗ്രാംസ്, മിസൈൽ പ്രോഗ്രാംസ് എല്ലാം IRGC ഹാർഡ് ലൈനേഴ്സാണ് കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് ഡീല് വേണ്ട, അമേരിക്കയുമായി ഒരു ഡീല് വേണ്ട. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അമേരിക്ക പേടിച്ചല്ല. ഡീൽ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ വരും. ഇൻസ്പെക്ഷൻ വന്നാൽ വെപ്പൺ പ്രോഗ്രാംസ് അവസാനിപ്പിക്കും. അവരുടെ തലവൻ്റെ പേരാണ് അഹമ്മദ് വാഹിദി. സുപ്രീം ലീഡറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇന്ന് IRGCയുടെ ഈ പറയുന്ന ഹാർഡ് ലൈനേഴ്സാണ്. സുപ്രീം ലീഡറുമായി അടുത്ത ബന്ധം. ട്രംപിന് യൂണിഫൈ, നിങ്ങൾക്ക് ഒരുമിച്ച് വരൂ എന്ന് പറഞ്ഞാൽ ആരാണോ ഇറാനെ പ്രതിനിധീകരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്ന, അവർ മുന്നോട്ട് വരുമെന്ന് ട്രംപ് പറയുന്നത്. ഇപ്പോൾ രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ കളി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ട്രംപ് ഈ സാമ്പത്തിക ലാഭം നോക്കുന്ന ജനറൽമാർക്ക് ഒരു വിൻഡോ കൊടുത്തിരിക്കുകയാണ്. പട്ടാളട്ടുമുറയിൽ കൂടെ ഭരണം പിടിക്കാൻ. അതാണ് ഈ ടൂസ്ക എന്ന് പറയുന്ന കണ്ടെയ്നർ ഷിപ്പ്. അതിന് കണ്ടെയ്നറിൽ എണ്ണയൊന്നും അല്ല, അതിനകത്ത് കളിപ്പാട്ടമൊന്നുമല്ല, അതിന് കെമിക്കൽ വെപ്പൺസ്, ബലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാംസിന് വേണ്ട വെപ്പൺസ് ആണ് അതിലുള്ളത്. അതാണ് പിടിച്ചടക്കിയിരിക്കുന്നത്. ട്രംപ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാണ് ഹാർഡ് ലൈനേഴ്സിന്, നിങ്ങളുടെ വെപ്പൺ പ്രോഗ്രാംസ് ഞാൻ ഇൻസ്പെക്ഷൻ ഇല്ലാതെ അവസാനിപ്പിക്കും, എനിക്കറിയാം എവിടെ നിന്നാണ് വരുന്നത് എന്ന് വളരെ വ്യക്തമാക്കി. ട്രംപിന്റെ കളി ഇതാണ് കളി. അതായത് നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ കോർട്ടിലേക്ക് വരൂ. അതായത് ഇപ്പോഴത്തെ നിങ്ങൾ മനസ്സിലായത്, ട്രംപ് ആ പറയുന്ന എക്കോണമിക് ഫാക്ഷൻ, സാമ്പത്തിക ലാഭം നോക്കുന്ന അവർക്കൊരു വിൻഡോ കൊടുത്തു. ഹാർഡ് ലൈനേഴ്സ് ആണ് ജയിക്കാൻ പോകുന്നതെങ്കിൽ ബ്ലോക്കേഡും വരും. ഇവഞ്ച്വലി അവിടെ കൊലക്കളമായിരിക്കും വരാൻ പോകുന്നത്. കാരണം എക്കോണമിക് ഫാക്ഷൻ അവർ തിരിച്ചു വരികയാണ്, ഡീൽ ഉണ്ടാകാം. ഇപ്പം ഇന്നലത്തെ ഡീല് പോലും ഈ പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് എൻ്റെ അറിവിൽ സംസാരിച്ചു ഞാൻ കേട്ടിരിക്കുന്നത്. കാരണം ഈ പറയുന്ന ഡീല് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. ഇപ്പോൾ ആശയക്കുഴപ്പമാണ് ഇറാനിൽ നടക്കുന്നത്. ഇത് ആരും പുറത്ത് പറയുന്നില്ല. ട്രംപ് ഇത് വളരെ സ്മാർട്ടായി യൂസ് ചെയ്യുക. ട്രംപ് പറയുകയാണ്, നമ്മുടെ എതിരാളികൾ സ്വയം നശിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനു അവരെ ബോംബിടണം, അല്ലെങ്കിൽ നമ്മൾ എന്തിനു പണം ചിലവാക്കണം? ബ്ലോക്കേഡ് പോലെ ഇത്രയും ഫലപ്രദമായിട്ടുള്ള വേറൊരു ഉപരോധമില്ല, നടപടിയില്ല. കാരണം ഒരു ദിവസം $90 മില്യൺ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ഇറാൻ, എണ്ണ വിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. ഒരു തുള്ളി പോലും വിൽക്കാൻ സാധിക്കുന്നതൊക്കെ 2 ആഴ്ചയായിട്ട് ട്രംപിൻ്റെ പോളിസി
ബ്ലോക്കേഡിന് മുകളിൽ ബ്ലോക്കേഡ്, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നേ പറ്റൂ. അതായത് ഇപ്പോൾ ഇറാനിൽ പൊതുവായൊരു ഒരു സമവായമില്ല, രണ്ടായി മാറിയിരിക്കുന്നു. അത് ഈ പറയുന്ന ഹാർഡ് ലൈനേഴ്സിൻ്റെ ആവശ്യം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ആ ആവശ്യവുമായിട്ട് ട്രംപിൻ്റെ അടുത്തേക്ക് വന്നാൽ ട്രംപ് അംഗീകരിക്കില്ല. തൽക്കാലത്തേക്ക് പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം ട്രംപ് നീട്ടിവെച്ചിരിക്കുകയാണ്. ഈ നീട്ടിവെച്ച സമയത്ത് പോലും അദ്ദേഹം വളരെ സ്മാർട്ടായിട്ട് ഇനിയും കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലൊക്കെ പല കപ്പലുകളും പിടിക്കും. അങ്ങനെ പിടിച്ച് ഒരവസരം കൊടുക്കുകയാണ് സാമ്പത്തിക ലാഭം നോക്കുന്ന ജനറൽമാർക്ക് അധികാരം പിടിച്ചടക്കാനും ഒരുപാട് പേർക്ക് കളം മാറി ചവിട്ടാനും. ഇതാണ് ഈ നടക്കുന്നത്. ഇതൊന്നും പറയാതെ ട്രംപ് തോറ്റേ, ട്രംപ് മണ്ടനാണ് എന്ന് പറഞ്ഞ് ഒരുപാട് മാധ്യമങ്ങൾ ശരിയായി അനലൈസ് ചെയ്യാതെ, ഇറാനിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ശരിയായി പറയാതെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളെ പൊളിച്ചെഴുതാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇരിക്കുന്നത് സുഹൃത്തുക്കളെ.